ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ച് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. ഫ്ലവറിന്റെ തണ്ടിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്ക്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം. ഇത് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാസ്ക് ഉപയോഗിച്ച് മുൻപ് ഇതുപോലത്തെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് ഇതിൽ വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന്റെ ഓരോ ലെയറും മാറ്റി വെക്കാം. അപ്പൊ ഇതാ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഈർക്കിളിയാണ്. ഇതിലേക്കാണ് നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ ഇതാ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതെല്ലാം ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. പ്ലാസ്റ്റിക് കവർ തന്നെ വേണമെന്നൊന്നുമില്ല, ഫാബ്രിക്കിന്റെ കവർ കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവർ കിട്ടാത്തവർ അതുകൊണ്ട് ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മൾ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഫ്ലവർ വിടർന്ന് നിൽക്കുന്നത് പോലെ തോന്നുകയുള്ളൂ. ഇതുപോലെ ഓരോ ഫ്ലവറും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഫ്ലവർ നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ മാസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചും അതുപോലത്തെ ഫ്ലവർ ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ നമ്മൾ ഓരോ ഫ്ലവറും അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് വിടർത്തി കൊടുക്കണം. ഇതുപോലത്തെ ഫ്ലവർ പല കളർ കവറുകൾ കൊണ്ട് ഒരുപാട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ചുറ്റിയെടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങൾക്കിതിൽ ഇലകളൊക്കെ വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ വെച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇലകളൊന്നും വെച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.